ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തിനാ വന്നതെന്ന് വെച്ചാൽ നമ്മൾ തലയിൽ ഒരു പാക്ക് ഇടാൻ പോവാണ് ഗസ് ഞാൻ. അപ്പോൾ അതിന് ചെമ്പരത്തി പൂവൊന്നുമില്ല. അപ്പോൾ നമുക്കറിയാവുന്നൊരു വീട് വരെ പോവാണ്. ഞങ്ങളുടെ അടുത്ത് തന്നെ ഞാനെടുത്ത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ചെമ്പരത്തി കിട്ടുമെന്ന് അറിയാനെ കൊണ്ട് ഞങ്ങൾ പോവുകയാണ് ഗസ്. നമുക്ക് നോക്കാം കിട്ടുവാണെങ്കിൽ കാണിക്കാം ഗേസ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇവിടുത്തെ ചെമ്പരത്തി ഇലയോടെ വെട്ടിക്കളഞ്ഞു ഗേസ്. ഞങ്ങളിങ്ങനെ ഇവിടെ വരാറില്ല, പക്ഷെ വന്നപ്പോൾ ഗേസ് ആകെ ഇത്രയും ചെമ്പരത്തി ഉണ്ട് ഗേസ്. പക്ഷെ ഇത് പൂവില്ല, സോ പറിക്കുകയാണ് ഗേസ്. നമുക്കത് ഇത്ര മതി. ബാലൻസ് പൂവായിരുന്നു വേണ്ടത്, പൂ കിട്ടിയില്ല ഗേസ്. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ പുറകിലത്തെ കണ്ടം ഗ്രാമ എന്താ ഭംഗിയ, എന്താ പച്ചപ്പ് നിറഞ്ഞ പ്രദേശം ഭയങ്കര പച്ചപ്പ. ഇതിനൊക്കെ കാടെന്ന് പറയും. കണ്ടതൊക്കെ ഞങ്ങളുടെ വീടിന്റെ വരുന്ന വഴിക്ക് ഒരു ഓമയ്ക്കല്ലല്ലോ, എന്തതിൻ്റെ പേര് ഗേസ്. അപ്പോൾ ഞങ്ങളിത് എടുത്തു ഗേസ്. ഇവിടെ ആരും ഇല്ല, ഇത് എവിടെ നിന്ന് വീണറിയത്തില്ല. ഈ വാഴയെന്ന് എങ്ങാണ്ട് വീണേന്ന് തോന്നുന്നു ഗേസ്. അത് ഞങ്ങളിത് റോഡെല്ലാം താണ്ടി മരമെല്ലാം താണ്ടി വേണം ഞങ്ങൾക്ക് പോവാം. ഒരു കൂമ്പ് നമുക്ക് കിട്ടിയായിരുന്നു. നമ്മൾ ചെമ്പരത്തിയല്ലേ നോക്കിപ്പോയെങ്കിലും ഇവിടെ ഫുള്ള് വാഴക്കൃഷിയാണ്. നോക്കാതെ കിടക്കുന്ന ഒരു വാഴയിലെ ഒരു കൂമ്പാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഗൈസ് നമുക്കിത് പറിക്കണം, പക്ഷെ നമുക്ക് കയറാൻ ഗൈസ്. അപ്പത്തെ കൂമ്പ് കിട്ടി, വാഴ ചരിച്ചിട്ട് ഞങ്ങൾ കൂമ്പെടുത്തോണ്ട് പോകാണ് ഗൈസ്. ഇത് നിങ്ങളാരും എമിറ്റേറ്റ് ചെയ്യരുത്. ഞങ്ങൾക്കൊരു കൂമ്പെടുത്തൊന്നും കിട്ടി. ഞങ്ങൾ വെച്ചൊരു കൂമ്പ് ആ വാഴ തന്നെ വിറയിപ്പുണ്ട്. ഒറ്റയ്ക്ക് എവിടെ നിൽക്കുന്നൊരു വാഴയാണ് ഗേസ്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പറിച്ചത്. പിന്നെ ഇവിടെ ഞങ്ങൾ എല്ലാവർക്കും അറിയാം ഇങ്ങനെ കൂമ്പ് പറിച്ചുള്ള പരിചയമല്ല. അപ്പോൾ അതേ 2 കൂമ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഫ്രീ ആയിട്ട്. നമ്മളിത് ശരിക്കും ഒരു ചെമ്പരത്തിയിലേക്ക് വന്നതാണ്. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ ചെമ്പരത്തി ഇല പറിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വന്നതാണ് ഗൈസ്. പക്ഷെ ചെമ്പരത്തി പൂ പോയിട്ട് അവിടുത്തെ സാധാരണ ഞങ്ങൾ കുറേ നാളൊക്കെ പോയിട്ട് അപ്പം അവിടെ ഇപ്പോൾ ചെമ്പരത്തി പൂ പോയിട്ട് ചെമ്പരത്തി പോലെ ഇല്ലായിരുന്നു, ശകലം കിട്ടി. ആണോ? അപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആണ് എനിക്ക് തോന്നുന്നത്, അറിയത്തില്ല എപ്പോഴാണ് വെട്ടിയെന്ന്. കുറച്ച് ഇല ഉണ്ടായിരുന്നു, 4-3-7 ഇല ഞാൻ കുറച്ച് വെറുതെ അടരച്ചന്നേല്ലേ. അപ്പം അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഞങ്ങൾക്ക് കൂമ്പ് കിട്ടി. അപ്പം ഞങ്ങളുടെ കണ്ടം പാടമൊക്കെ കാണിച്ചു തരാം. ഞങ്ങളുടെ ഫ്രണ്ട് വശം ഫുള്ള് മെയിൻ റോഡാണ്. ബാക്ക് സൈഡ് എന്ന് പറഞ്ഞത് പോലെ കണ്ടവും പാടം വരുമ്പില്ല. കുറേ കപ്പയുണ്ട്, സൂര്യനുണ്ട്, വാഴയുണ്ട്, വാഴക്കൊലയുണ്ട്. ഇത് കണ്ട് ഈ നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുക കേസ്. അപ്പം നമുക്ക് ശരിക്കും നടക്കാനൊക്കെ തന്നെ. ഇതിൻ്റെ അപ്പുറത്തൊക്കെ വീടുണ്ട്. അപ്പോൾ അതായത് നമ്മൾ നടന്നു വരുന്നത് ഇത് ഫുള്ള് പുല്ലാണ്. ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ സാധാരണ എല്ലാ വർഷവും പുൽക്കൂടൊക്കെ പണിയുന്നത്. അപ്പം ഇതെല്ലാം ഇനി തിരിച്ച് വന്നിട്ട് ഒന്നും ഇവിടെ വന്ന് ചെമ്പരത്തിപ്പൂവൊക്കെ നമുക്കൊന്ന് സെറ്റായിട്ട് ഈ പുല്ല് പറിക്കാനായിട്ട് പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് ഗൈസ് നമുക്ക് പുല്ലെടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ നമ്മളതുകൊണ്ട് പുല്ല് പറിക്കണം. അപ്പോൾ ഞങ്ങൾ രണ്ടാമതൊരു വരും. അതോടെ ഞാൻ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്ത് തരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടില്ല. ഇത് നമുക്കല്ലാതെ നമുക്ക് ചെമ്പരത്തി പൂ പറിക്കാൻ പോവാം. ഇവിടെയൊക്കെ ഇനി കൊച്ചു വീടുകളിൽ ചെമ്പരത്തി ഉണ്ടെങ്കിലും നമുക്കങ്ങനെ പരിചയമില്ല. അതെനിക്ക് പരിചയമുണ്ട്. നമ്മൾ മിണ്ടുന്നൊരു മിണ്ടുന്നൊരു വീട്, അതുകൊണ്ട് നമ്മൾ പറിച്ചു ഗൈസ്. അപ്പോൾ ഇത് വേണ്ടതാണ് വീടിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. കണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ടും കുറേ കണ്ടവും വെറ്റയൊക്കെയാണ്. ഇതൊരു ഫാമാണ് ഗൈസ്. അതേതാണ്
ഇങ്ങനെയാണ് വീട്. റിയാക്ഷൻ കാണാം. ഓടിച്ചെടുത്ത് കണ്ടോ. ഇതല്ല നമുക്ക് വെള്ളത്തിൽ കിടന്ന് കിട്ടി. ഇത് ഞങ്ങൾ കഷ്ടം അങ്ങോട്ട് ഇല്ലായിരുന്നു. അത് ഇങ്ങോട്ട് വന്നപ്പോ മറ്റേ അമ്മ കണ്ടു. ഇപ്പൊ പൊളിച്ച് തിന്നാൻ പറ്റുമോ? ഞങ്ങളെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായില്ലേ? ഉപകാരം. നിങ്ങൾ എത്ര മുമ്പ് കണ്ട് മനസ്സില് ഞങ്ങൾ. അപ്പൊ ഗൈസ് കണ്ടു, ഇതാണ് ഞങ്ങളുടെ വീടിന്റെ മെയിൻ റോഡ്. ഇത് ചെയ്തെന്റെ എൻ്റെ ചിറ്റപ്പൻ്റെ വീട്. ഓക്കെ, ഇതാണ് എൻ്റെ വീട് ഗൈസ്, ദിസ് വീട്. അപ്പോൾ ഇത് ഫുൾ മെയിൻ റോഡാണ്. ഫുള്ള് ചറപറ വണ്ടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവർക്കെന്ന് പറഞ്ഞാൽ നമുക്കൊരു വീട്ടിലൂടെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് കട, ബേക്കറി എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വശം. ബാക്ക് സൈഡ് നിങ്ങളെ ഞാൻ കാണിച്ചതാണ് എങ്ങനെയാണെന്ന്. അപ്പം ഫ്രണ്ട് വശം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് കണ്ടോ. അപ്പം അങ്ങനെയാണ്. ഞാൻ ആകെ ക്ഷീണിച്ചൊരു കോലത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് പോകാണ് കൂമ്പ് നോക്കാൻ. സോറി കൂമ്പല്ല, എന്തുവാ ചെമ്പരത്തിയില പറിക്കാൻ. അപ്പം എന്നിട്ട് വേണം എനിക്കത് പോയി കുളിക്കാൻ. മീൻസ് അത് ആദ്യം അരച്ച് മുടി തേക്കുന്നതല്ല ഞങ്ങൾക്ക് വീഡിയോ ഇടാം. ഈ പൂവ് ചെമ്പരത്തിയുടെ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഗേസ്. അപ്പോൾ അതാണ് ഈ ഐറ്റം. അപ്പോൾ ഇതിപ്പോൾ കുഴഞ്ഞ് പെരണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞമ്മ അവിടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് അറിഞ്ഞില്ല ഗേസ്. എന്നിട്ടാണ് വെറുതെ ഞങ്ങളവിടെ ചെമ്പരത്തിപ്പൂ തപ്പാൻ പോയത് ഗേസ്. ഇത് അറിഞ്ഞിരുന്നു ഞങ്ങൾ, കുഞ്ഞമ്മ അറിയാതാണ് പോയത്. 2 കൂമ്പും കൊണ്ട് കൊടുത്തു. അതിൻ്റെ സന്തോഷം മുഖത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇത് നമുക്കിനിയും ഇതെന്താണ്, നമുക്ക് തലയിൽ തേക്കണം. അതിന് ബിഫോർ എൻ്റെ അനിയത്തി എനിക്ക് ഒന്ന് പിക്ക് ചെയ്യണം. അതായത് അവൾ പഠിക്കുന്ന കോളേജിൽ നിന്ന് ഞങ്ങളുടെ അടുത്ത് അടുത്ത സ്റ്റോപ്പിൽ വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് അവിടെ പോയി അവളെ വിളിച്ചിട്ട് വരണം. ഫസ്റ്റ് അതാണ്. അപ്പം ഏകദേശം വരാൻ ടൈമായി. അപ്പം ഞാൻ ഇത് തലയിൽ തേച്ചൊരു 15 മിനിറ്റ് നിന്നിട്ട് എൻ്റെ കുളി എന്ന് പറഞ്ഞാൽ ഭയങ്കര നീരാട്ടാണ്, കുറേ നേരം എടുക്കും. അങ്ങനെ 1-2 മണിക്കൂർ ചിലവഴിച്ച് കുളിക്കുന്നവർ താഴെ കമൻറ്റ്. അപ്പോൾ ഇതും തേച്ച് കുറച്ച് നേരം നമ്മൾ ഇരിക്കണം. അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വല്ലതും അവൾ വന്നത് പറഞ്ഞ് വിളിച്ചാൽ എനിക്ക് പോകാനൊക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ വിളിച്ചിട്ട് നമുക്ക് തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ് നമ്മൾ അവളെ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പം നമ്മളവിടെ വിളിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പം നമുക്ക് പോയിട്ട് വന്നിട്ട് നമുക്ക് മിശ്രിതല്ലേ തലേയിൽ അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ പോവുകയാണ്. എന്നിട്ട് അവളെ വിളിച്ചിട്ട് വന്നിട്ടാണ് നമുക്ക് പാക്കത്തല്ലേ നമുക്ക് പോകാം. നമ്മൾ ദോല് എവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. ഇത് കാണാന്ന് പറയത്തില്ല, ദോല് എവിടെ നിൽക്കുന്നുണ്ട്. ഇത് ഐറ്റം വേറെ. ഇത് കണ്ടു, നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെമ്പരത്തിപ്പൂ, ചെമ്പരത്തിയുടെ ഇല, തുളസി, മുരിങ്ങ ഇല, കറ്റാർ വാഴ, അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം. പിന്നെ നമ്മുടെ കാച്ചെണ്ണ, നമ്മൾ ഏതെണ്ണ എന്തിക്കുന്ന എണ്ണ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കൊച്ചുള്ളിയൊക്കെ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അല്ലാതെ നമുക്ക് മുടി വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ലീവ്സൊക്കെ കാണുമല്ലോ, അതൊക്കെ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ബെറ്ററായിട്ടുള്ള റിസൾട്ട് കിട്ടും ഇത്. അപ്പോൾ ഇത് ഇത്ര ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തേക്കാതെ വെച്ചത് ഫുള്ള് വേണ്ടായിരിക്കും. ഇത് ഇത്ര തന്നെ മതിയായിരിക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ എടുത്തതാണ് ഗൈസ്. അതാണ് ഇന്ത മാതിരി ഇരിക്കുന്നത്. അപ്പം ഏകദേശം ഇത്ര ഐറ്റംസൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തേക്കുന്നതാണിത്. നമുക്ക് ഫസ്റ്റ് നമുക്ക് തേക്കാം ഗൈസ്. നമുക്കിത് കാണാമെന്ന് എനിക്കറിയത്തില്ല. നല്ല ഡാൻഡ്രഫ് ഉണ്ട്. ഒരു കാച്ചെണ്ണയുടെയൊക്കെ മണം ഇതിനകത്ത് വരുന്നുണ്ട് ഗൈസ്. ഞാനിങ്ങനെ വകിച്ചിലെടുത്തിട്ടാണ് തേക്കുന്നത്. ആ ഫ്രിഡ്ജിൽ നിന്നും കൂടെ എടുത്തതുകൊണ്ട് നമുക്ക് നല്ലൊരു തണുപ്പ് കിട്ടും. ഇത് പിന്നെ എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് തേക്കുവാണെങ്കിലും നല്ലതായിരിക്കും. അങ്ങനെ തേക്കുന്നത്. അപ്പോൾ എണ്ണയാകും. ഞാൻ ഷാമ്പു ഇട്ടൊന്ന് കഴുകുക. നമുക്കിനി പുൽക്കൂടിലുള്ള പുല്ല് പറിക്കാൻ പോണ്ട കാര്യമുണ്ട് ഗൈസ്. അപ്പം ഞാൻ വേഗന്ന് തേക്കാൻ ഇതാകാണ്. ഇത് നമ്മൾ അങ്ങോട്ട് ശരിക്കും അപ്ലൈ ചെയ്യണം. ഇതിനകത്ത് തണുപ്പൊക്കെ നല്ല തണുപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഹെയറിന് ഗുണം. എനിക്ക് കാസ്റ്റർ ഓയിലും നമ്മുടെ
സാധാ എണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ഡെയിലി എണ്ണ തേക്കുന്നത് നല്ലതാണ്. എന്നുവെച്ചാൽ എനിക്കൊരു മുടി കറക്കാനെ കൊണ്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. മുടിക്ക് നീളവും വെക്കാൻ ഹെൽപ്പ് ചെയ്യും ഇത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് ഞാൻ ഫുള്ള് തേച്ചിട്ട് നിങ്ങൾ കാണിച്ചു. ഏകദേശം തേക്കേണ്ട ഒരു രീതി ഇതാണ്. എനിക്ക് നല്ലതായിട്ട് ഇപ്പോൾ ഹെയർ ഫോൾസ് ഉണ്ട്. അല്ല, എനിക്ക് എപ്പോഴും ഹെയർ ഫോളാണ്. എൻ്റെ തലയിലെ മുടി ഓരോ ദിവസം പോകുന്നതും കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മുടി അങ്ങനെയൊക്കെ കൊഴിയുന്നവരാണ് കമൻറ്റ് ബില്ലോ. ചീപ്പയിലൊരു കെട്ട്, കുളിമുറയിലൊരു കെട്ട്, അങ്ങനെയാണ് എൻ്റെ മുടിയുടെ അവസ്ഥ. പിന്നെ നമ്മൾ ഹെയർ കഴുകരുതെന്ന് പറയുന്നവരുണ്ട്. ചിലവർ എണ്ണ ഇട്ട് ഹെയർ കഴുകുന്നവരുണ്ട് സ്ഥിരം. ഇപ്പോഴൊക്കെ എണ്ണ തേക്കാത്തവരാണ്. ശരിക്കും എണ്ണ നമ്മൾ തേക്കണമെന്നില്ല. നമ്മുടെ തലയൊട്ടി തന്നെ ഓൾറെഡി ഒരു ഓയിൽ വരുന്നുണ്ട് നമുക്ക്. അതുകൊണ്ട് എണ്ണ മുടി മോയ്സ്ചറൈസ് ആക്കും, ഒന്നൊന്ന് അടങ്ങിയിരിക്കാനൊന്ന് സമ്മതിക്കുക. അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എണ്ണ തേക്കുന്ന പക്ഷെ ഇടയ്ക്ക് തേക്കണം. ആഴ്ച 2 തവണ തേക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്, ബൈ.